മോഹൻ വർഗീസ് അങ്ങനെ 1977 കമ്പയർ ചെയ്താണ് ഈ മിഷൻ 272 പോലും സാധ്യമാവുകയില്ല എന്നുള്ളത്. 2014 മുദ്രാവാക്യമായിരുന്നു അല്ലേ ആ ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള ഒരു സമയം. അപ്പോൾ മിഷൻ 272 വന്നു. ഇപ്പോൾ അതിലേക്ക് വരെ പോയിരിക്കുന്നു എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് വരുന്നത്. അപ്പോൾ കമ്പാരിസൺ വരുന്നത് 1977 പക്ഷേ കാലഘട്ടത്തിൽ മാറ്റം വന്നിരിക്കുന്നു. മോദി എന്നുള്ള നേതാവ് ഇവിടെയുണ്ട്. ശരിയാണ്, അന്ന് ഇന്ത്യ ഈസ് ഇന്ത്യ ഈസ് ഇന്ത്യ എന്നുള്ള ആ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. അത് യേശാതെ പോയി, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ അതിനെ മോദിയുടെ ഗ്യാരണ്ടിയുമായി, സർക്കാരിന്റെ ഗ്യാരണ്ടി അല്ല മോദിയുടെ ഗ്യാരണ്ടിയുമായി താരതമ്യപ്പെടുത്തുന്നു. അങ്ങനെ ഒരു ഏകാധിപത്യം വന്നതുകൊണ്ട് തന്നെ അത് തിരിച്ചടി ഉണ്ടാകുമെന്ന രീതിയിലുള്ള വിലയിരുത്തലാണോ അങ്ങനെ വരുന്നത്? അതാണല്ലോ അതിന് കാരണം. അതുപോലെ തന്നെ പ്രതിപക്ഷ ഐക്യം രൂപപ്പെട്ടു 1977. അതിന് സമാനമായിട്ട് ഇന്ത്യ ബ്ലോക്ക് ഉണ്ടായിരിക്കുന്നു 2024. ഇങ്ങനെയുള്ള താരതമ്യങ്ങളാണല്ലോ. 75 ദേശീയ നേതാക്കളെ അറസ്റ്റ് ചെയ്ത സംഭവമാണ് ജനതാ പാർട്ടിയുടെ രൂപീകരണത്തിന് കാരണം. അതിനെ കേജ്രിവാളുമായിട്ട് താങ്കൾ താരതമ്യപ്പെടുത്തുകയാണ് ശ്രീ മോഹൻ വർഗീസ്. യഥാർത്ഥത്തിൽ ശ്രീ മഞ്ജുഷ്, ഇവിടെ 3 തെരഞ്ഞെടുപ്പ് വർഷങ്ങൾ പരിഗണനാ വിഷയമാകുന്നു. 1977 അടിയന്തരാവസ്ഥ കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പ്, കോൺഗ്രസ് പാർട്ടി ആദ്യമായി കടപുഴകിയ തെരഞ്ഞെടുപ്പ്. 2004 വലിയ പ്രതീക്ഷയോടുകൂടി അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യ തിളങ്ങുന്നു എന്ന പ്രചരണവുമായി വരികയും എല്ലാ അഭിപ്രായ സർവേകളിലും BJPക്ക് ഒരു ഭൂരിപക്ഷം, NDAക്ക് ഒരു ഭൂരിപക്ഷം പ്രവചിക്കുകയും ചെയ്ത് അത്ഭുതകരമായ ഒരു വരവ് അന്നത്തെ UPA 1 മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ വരികയും ചെയ്ത രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ്. ഇപ്പോഴിതാ 2024 തെരഞ്ഞെടുപ്പ്. അങ്ങനെ ഈ 3 തെരഞ്ഞെടുപ്പും സമാനതകളില്ലാത്ത തെരഞ്ഞെടുപ്പുകളാണ്. ഇതിനെ കമ്പയർ ചെയ്യുന്ന വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. കാരണം 77 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്കെതിരെയും കോൺഗ്രസ് പാർട്ടിക്കെതിരെയും ഇൻഡെക്സ് ഓഫ് ഓപ്പോസിഷൻ യൂണിറ്റി പരമാവധിയായിരുന്നു. അന്നത്തെ ഒരു കാരണവശാലും ചേരാത്ത അന്നത്തെ ജനസംഘം, അന്നത്തെ ഇടതുപക്ഷങ്ങൾ, അന്നത്തെ സോഷ്യലിസ്റ്റുകൾ, അന്നത്തെ സംഘടനാ കോൺഗ്രസ്, അന്നത്തെ കോൺഗ്രസ് ഫോർ ഡെമോക്രസി എന്ന് വേണ്ട കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും തെറ്റി ചിതറി മാറിയ അവാന്തര വിഭാഗങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും സംഘപരിവാറിൻ്റെ അന്നത്തെ മുൻ രൂപമായ പൊളിറ്റിക്കൽ രൂപമായ ജനസംഘം എല്ലാം കൂടി ചേർന്ന് ഒരൊറ്റ സിംഗിൾനെസ് ഓഫ് അജണ്ട, അത് ഇന്ദിരാഗാന്ധിയെ പുറത്താക്കുക, ഏകാധിപത്യം അവസാനിപ്പിക്കുക. സമാനമായ ഒരു കാര്യമാണോ ഇപ്പോൾ നടക്കുന്നത്? ഇപ്പോൾ ആ നറേറ്റീവിന് സമാനതകൾ ഒരുപാട് തോന്നാം. അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ജയപ്രകാശ് നാരായണൻ ഒരു കാറ്റലിസ്റ്റായി പ്രവർത്തിച്ചു. ഇന്ന് അറസ്റ്റ് ചെയ്ത കേജ്രിവാൾ സമാനമായ ഒരു കാറ്റലിസ്റ്റ് ആണോ എന്നതാണ് ഇവിടെ ചോദ്യം. ജയപ്രകാശ് നാരായണൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അഴിമതി കേസിലല്ല. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അഴിമതി ആരോപണ വിധേയനാണ്. അദ്ദേഹം അഴിമതിക്കാരനാണ് എന്ന് പറയാൻ മാത്രമല്ല, അതിലെ ഈ ഓപ്പോസിഷന്റെ യൂണിറ്റിയും പ്രശ്നമാണല്ലോ, പ്രതിപക്ഷ ഐക്യത്തിന്റെ അല്ലേ? അതിൽ തന്നെ ഇപ്പോൾ ചോദ്യചിഹ്നം ഉണ്ടല്ലോ. ഈ കേജ്രിവാളിന്റെ കാര്യത്തിൽ തന്നെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ അല്ലേ, ഈ കേജ്രിവാൾ ഒരു വലിയ നേതാവായി ഉയർന്നു വരുന്നതിൽ ഡൽഹി കോൺഗ്രസിനൊന്നും ഒരു താല്പര്യവും ഉണ്ടാവുകയില്ല എന്ന കാര്യം ഉറപ്പാണല്ലോ. അവർ പറയുന്ന ഒരു കാര്യം, വളരെ കുറച്ച് സീറ്റുകളിൽ മാത്രം മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. പക്ഷേ നേതാവ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ്. അങ്ങനെയാണല്ലോ കോൺഗ്രസിലെ സംസാരം. മഞ്ജുഷ്, 1 battle at a time എന്നതാണല്ലോ പ്രമാണം. ഇപ്പോൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസ് പാർട്ടിയും ആം ആദ്മി പാർട്ടിയും ഇടതുപക്ഷങ്ങളും ചില പ്രാദേശിക കക്ഷികളും. അവർ ഒരുമിച്ച് നിൽക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ദ ബ്രീതിങ് ഫയർ ഡൗൺ ദ നെക്ക്. അതുകൊണ്ട് അവരെ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം, അവരുടെ ഒരു നിലനിൽപ്പിന് പോരാട്ടം, ആ രീതിയിൽ അവർ ഒരുമിച്ച് നിൽക്കുന്നു. മറ്റേ ഏകാധിപത്യത്തിനെതിരെ ഒരുമിച്ച് നിൽക്കുന്നു. അപ്പോൾ ഇവിടെ 2 ഭാഗത്തും ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ഒരു ഒരുമിക്കൽ. ഇത് താൽക്കാലികം മാത്രമാണ്. നമ്മൾ കണ്ടതാണ്, ജനത അടിച്ചു പിരിയുന്ന ജനതാ പാർട്ടി എന്ന പാർട്ടി ഒരിക്കലും കൺസോളിഡേറ്റഡ് ആയില്ല. വലിയൊരു ആവേശത്തോടെ ജനം കൊണ്ടുവന്ന ജനതാ പാർട്ടിയെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അന്തഛിദ്രങ്ങൾ വെളിയിൽ വന്നു. ഇത് തന്നെ സംഭവിക്കും. എന്നാൽ 2004 വർഷം ഒരു പാഠപുസ്തകമാകേണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. കാരണം അഭിപ്രായ സർവേകൾ, അന്നേരത്തേക്ക് തന്നെ സോഷ്യൽ മീഡിയ വന്നിട്ടില്ല, അന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ കുറച്ചുകൂടെ വന്നു. ഇന്ന് PR ഏജൻസികളുടെ സഹായത്തോടുകൂടി കൊട്ടിപ്പൊക്കുന്ന ഒരു നറേറ്റീവ് ഉണ്ട്. അത് എത്രത്തോളം വിശ്വാസ്യതയുള്ളതാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാനാവില്ല. അത് മാത്രമല്ല, BJPയുടെ ഈ ബൂത്ത് ലെവൽ വർക്കേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ എവിടെയാണ് അതുള്ളത്? പ്രാദേശിക പാർട്ടികൾക്കുണ്ടാവും, പക്ഷെ കോൺഗ്രസിനൊന്നും അത് കണ്ടെടുക്കാൻ പോലുമില്ല. അവരുടെ ഈ 2019 അതേ കാര്യം തന്നെ BJP ആവർത്തിക്കുകയാണ്. ഓരോ പോളിംഗ് ബൂത്തിലും നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വർക്കേഴ്സ് അല്ലേ, ആ വോട്ടർ പട്ടിക അനുസരിച്ച് ഓരോ പേജിനും ഇത്ര ആളുകൾ എന്ന രീതിയിൽ. കോൺഗ്രസ് ഒരു വികാരം മാത്രമാണ്. കോൺഗ്രസ് ഒരു മാസ് പാർട്ടിയാണ്.
ഈ ജനങ്ങളെ കോൺഗ്രസിന്റെ നേതാക്കൾ വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തി ഇലക്ഷന്റെ അവസാന നിമിഷം ഉദ്ദീപിപ്പിച്ച് ആ ഒരു വെയ്വിനോടൊപ്പം ജനത്തെ കൊണ്ടുപോയി അങ്ങ് വോട്ട് ചെയ്യിപ്പിക്കുകയാണ്. ചിട്ടയായ സംഘടനാ പ്രവർത്തനം ഒരു കാലത്തും കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ എത്ര സീറ്റുകളിലേക്ക് ഇപ്പോഴത്തെ സ്ഥിതിയിൽ, ഇപ്പോൾ ഈ വിലയിരുത്തലുകൾക്ക് മാത്രമല്ലേ സാധ്യതയുള്ളൂ, എത്രയിലേക്ക് വരും BJP? എന്താണ് അവരുടെ ആശങ്ക? ഒറിജിനൽ എസ്റ്റിമേറ്റ് തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന, ഞാൻ എല്ലാ ചാനലുകളിലും ചർച്ചകളിലെ എടുത്തൊരു നിലപാടുണ്ട്. തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ഘട്ടത്തിൽ, ഏപ്രിൽ മാസം മധ്യത്തിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ഘട്ടത്തിൽ മോദി 400, 370 എന്ന് പറഞ്ഞ ആ നമ്പേഴ്സിൽ അത്രയും എത്തുന്നില്ല എങ്കിലും അതിന് സമീപ ഒരു നമ്പർ എത്തും എന്ന ഒരു പ്രതീതിയാണ് ജനിച്ചത് ജനം പോളിംഗ് ബൂത്തിലേക്ക് കടക്കുന്നതിന് മുൻപ്. എന്നാൽ ഓരോ ഘട്ടം കഴിയുമ്പോൾ വരുന്ന സൂചനകൾ നോക്കുമ്പോൾ സംസ്ഥാന തലത്തിലേക്ക് ബാറ്റിൽ മാറുന്നു. ഒരു ദേശീയ നറേറ്റീവാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്, 2019 ഉണ്ടായത്. ഫുൽബാമ ബാലക്കോട്ടിന്റെ ആ ഒരു വികാരം വന്നത് ദേശീയ തലത്തിലാണ്. ഒരു ദേശീയ തെരഞ്ഞെടുപ്പാണ്. പൂർണ്ണമായ അർത്ഥത്തിൽ 2019 തെരഞ്ഞെടുപ്പ് ദേശീയ തെരഞ്ഞെടുപ്പായിരുന്നു. അത് ഇന്ത്യയുടെ ദേശീയതയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. ഇന്ന് ആ ദേശീയത അവിടെ ഒരു വിഷയമല്ല. രാമക്ഷേത്രം വിഷയമാണെങ്കിൽ പോലും ദേശീയത വിഷയമല്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി കർണാടകയിൽ കർണാടക സ്പെസിഫിക് വിഷയങ്ങളാണ്, തമിഴ്നാട്ടിൽ തമിഴ്നാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, മഹാരാഷ്ട്രയിൽ മറാത്ത പ്രക്ഷോഭമാകട്ടെ, മഹാരാഷ്ട്രയിൽ വന്ന 2-3 പാർട്ടികളിൽ വന്ന പിളർപ്പും അതോടൊപ്പം വന്ന ഇപ്പം ശരത് പവാറിന് അനുകൂലമായി ഒരു ചെറിയ സെന്റിമെന്റ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതുപോലെ ഉദ്ധവ് താക്കറെക്ക് അനുകൂലമായ സെന്റിമെന്റ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇത് അളക്കാൻ ശാസ്ത്രീയമായ മാനദണ്ഡങ്ങളില്ല എന്നതാണ്. ഇതൊരു മതിപ്പ് വശമാണ്. അതിനെ എങ്ങനെയാണ് ഇലക്ടറലി ആ ഒരു സപ്പോർട്ട് ബേസിനെ, ആ സെന്റിമെന്റിനെ കൺവേർട്ട് ചെയ്ത് വോട്ടായും സീറ്റായും മാറ്റുക എന്നത് നമ്മൾ ഫലം എണ്ണിയാലേ അറിയൂ. എങ്കിലും ഈ സൂചനകൾ അങ്ങനെയാണ്. മഹാരാഷ്ട്രയിൽ BJPയുടെയോ NDAയുടെയോ ഒരു തേർവാഴ്ച ഉണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് സീറ്റുകൾ സ്പ്ലിറ്റായി പോകും. അതുപോലെ ബീഹാറിൽ അതിശക്തമായ ഒരു പോരാട്ടം ഇന്ത്യ മുന്നണി കാഴ്ചവെക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 40 സീറ്റിൽ 39 ജയിച്ചത് BJPയാണ്, BJP സഖ്യകക്ഷികളുമാണ്. പക്ഷേ ഇപ്പോൾ നിതീഷ് കുമാർ വളരെയധികം അനഭിമതരായിരിക്കുന്നു ബീഹാറിൽ. അപ്പോൾ ഇതെല്ലാം ബാറ്റിൽ ലൈൻ സീറ്റായിട്ട് മാറുന്നു. ബംഗാളിൽ ഒരുപക്ഷെ BJPക്ക് മെച്ചപ്പെട്ട പ്രകടനം കഴിഞ്ഞ പ്രാവശ്യത്തെ 18-ൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോകാനാവും. എന്നാൽ ആന്ധ്രാപ്രദേശിൽ BJP ഒരു നല്ല സഖ്യകക്ഷിയെ കിട്ടിയിരിക്കുന്നു. ആന്റി ഇൻകംബൻസി വോട്ട് പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ ജഗൻമോഹൻ റെഡ്ഡിക്കും YSRCPക്കും എതിരെയുള്ള ആന്റി ഇൻകംബൻസി ഭരണവിരുദ്ധ വികാരം പൂർണ്ണമായി പ്രയോജനപ്പെടുത്താവുന്ന നിലയിലാണ് ചന്ദ്രബാബു നായിഡുവും BJPയും ഇന്ന് അലയൻസാണ്. മുൻപ് അലയൻസ് ഇല്ലായിരുന്നു. അപ്പോൾ അലയൻസിന് രൂപം മാറി. അത് മാത്രമല്ല 3 പാർട്ടികൾ ഈ ഒരു അലയൻസിനും പെടാതെ 3 പ്രമുഖ പ്രാദേശിക പാർട്ടികൾ നിൽക്കുന്നു. ഒറീസയിലെ ബിജു ജനതാദൾ, ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ്, അതുപോലെ തെലങ്കാനയിലെ ചന്ദ്രശേഖർ റാവുവിന്റെ BRS. ഈ 3 പാർട്ടികളും ചേർന്ന് പിടിക്കുന്നത് 20ഓളം സീറ്റുകൾ പിടിച്ചു എന്നിരിക്കാം. അത് ആരാണ് ആത്യന്തികമായി അതിന്റെ പ്രയോജനം അനുഭവിക്കുക? ഇതും ഒരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യവുമായി നേരിട്ട് കമ്പയർ ചെയ്യാൻ ഒക്കില്ല എങ്കിലും കഴിഞ്ഞ ഒരു കാര്യം ഉറപ്പാണ് മഞ്ജുഷ്, കഴിഞ്ഞ പ്രാവശ്യത്തെ UPA അല്ല ഇപ്പോഴത്തെ INDA. അത് കുറച്ചുകൂടെ കൺസോളിഡേറ്റഡ് ആണ്. താൽക്കാലികമെങ്കിൽ പോലും കൺസോളിഡേറ്റഡ് ആണ്. തെരഞ്ഞെടുപ്പ് വരെ ആ കൺസോളിഡേഷൻ നിൽക്കാൻ സാധ്യതയുണ്ട്. അത് കൺവേർട്ട് ചെയ്ത് BJPയുടെ മഹാഭൂരിപക്ഷത്തെ മറികടക്കാൻ, ഓർക്കുക, ഈ BJPക്ക് ലഭിച്ച 303 സീറ്റുകളിൽ 238 സീറ്റുകൾ 50% വോട്ട് നേടി ജയിച്ച സീറ്റുകളാണ്. ഇത് വലിയൊരു മൗണ്ടൻ ആണ്. 221 സീറ്റുകൾ എന്തോ 50% മുകളിൽ വോട്ട് നേടി ജയിച്ചതാണ് അല്ലെ? ലക്ഷക്കണക്കിന് വോട്ട് ഒരു മണ്ഡലത്തിലൊക്കെ 3-4-5 ലക്ഷം വോട്ടുകളുടെ കടം എങ്ങനെയാണ് അത് മറികടന്ന്? അപ്പൊ BJPയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിക്കും. ഓരോ മണ്ഡലങ്ങളിലായുള്ള BJPയുടെ മൃഗീയമായ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിക്കും. ഒരുപക്ഷെ സീറ്റെണ്ണം കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ മേൽക്കൈ തീർച്ചയായും ഈ തുടക്കത്തിലുള്ള മേൽക്കൈ ഇല്ല എങ്കിൽ പോലും പൊതുവെയുള്ള മേൽക്കൈ ഇപ്പോഴും NDA മുന്നണി നിലനിർത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ശരി.